ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന സൂചനകൾ, പ്രതികരണങ്ങളൊക്കെ യുദ്ധം ഇനിയും നീണ്ടേക്കാം. ഒപ്പം യുദ്ധത്തിന്റെ ഭാരിച്ച ചെലവ് അതിനി അറബ് രാജ്യങ്ങളിൽ നിന്ന് കൂടി ഈടാക്കുമെന്ന പ്രതികരണം കൂടി വരുന്നല്ലോ. മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ന്യൂയോർക്ക് പോസ്റ്റിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പഴയ ഇറാൻ ഭരണകൂടത്തിൽ പ്രത്യേകിച്ച് ആരും തന്നെ ബാക്കിയില്ല. അതുമാത്രമല്ല, മുസ്തഫ ഖമേനിയുടെ ആരോഗ്യനിലയെ പറ്റിയും ട്രംപ് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്, പക്ഷേ ഗുരുതരമായി പരിക്കേറ്റു, അതുകൊണ്ടാണ് പൊതു ഇടങ്ങളിൽ കാണാത്തത്. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫുമായിട്ടാണ് അമേരിക്ക ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്ന് ഉള്ള രീതിയിലുള്ള പരിശോധിച്ച് വരികയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആരുമായിട്ടാണ് ചർച്ച ചെയ്തതെന്നുള്ള ചില സൂചനകൾ നൽകിയെങ്കിലും ഒരു പേര് പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് അബ്ബാസ് അരാക്ചിയുടെ പേരും നേരത്തെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം കരസേനയിലെ കരുത്തരായിട്ടുള്ള 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് സൈനികർ പശ്ചിമേഷ്യയിൽ എത്തി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഇവര് നോർത്ത് കരോളിനയിലെ ഫോർട്ട് ബ്രാഗിൽ നിന്നാണ് ഈ എലൈറ്റ് പാരട്രൂപ്പന്മാരുടെ ഈ വലിയൊരു സംഘം പശ്ചിമേഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു വലിയ സൈനിക വിന്യാസത്തിന് ഒരുങ്ങുക എന്നുള്ള ഒരു സൂചനയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. ഇതിനകം തന്നെ അവിടെ കപ്പൽപ്പടയും അതുപോലെ സ്പെഷ്യൽ ഓപ്പറേഷൻ സേനയും ഒക്കെ ഉണ്ട്. അതിന് പുറമെയാണ് ഈ പാരച്യൂട്ട് മിലിറ്ററിയും കൂടെ അവിടെ എത്തുന്നത്. ഇവർ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി സുരക്ഷാ കാരണങ്ങളാലായിരിക്കും ഒരുപക്ഷെ പെന്റഗന്റെ ഭാഗത്തു നിന്നൊന്നും അതിന്റെ ഒരു വിശദീകരണം വന്നിട്ടില്ല. എന്നാലും ഇറാന്റെ ഈ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ ഒരുപക്ഷെ ഈ സൈന്യത്തെ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നത് ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ വലിയ തോതിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിൽ ഏർപ്പെടുന്നവരുടെ പേരുകൾ പുറത്തുവിടുന്നത് അവരുടെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പുറം ലോകത്തോടൊക്കെ പറയുന്ന കാര്യങ്ങളല്ല ഇറാനിലെ ഈ പുതിയ നേതൃത്വം സ്വകാര്യ ചർച്ചകളിൽ അമേരിക്കയോട് പറയുന്നതെന്നും റൂബിയോ പറയുന്നു. അത് മാത്രമല്ല, ഇറാനിലെ ഈ പുതിയ വിഭാഗവുമായിട്ട് അമേരിക്കയുടെ ചർച്ചകൾ നല്ല രീതിയിലാണ് പോകുന്നതും യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടും റൂബിയോ പറയുന്നുണ്ട്. അതേസമയം ഈ ഇറാൻ ഉടൻ സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാന് കനത്ത ആക്രമണം അല്ലെങ്കിൽ ഒരു വൻ ദുരന്തമായിരിക്കും നേരിടേണ്ടി വരികയെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമിസ് കടലിടുക്ക് ഉടൻ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ വൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഉപരോധം തകർക്കുവാൻ തങ്ങളുടെ അത്യാധുനിക സമുദ്ര ഡ്രോണുകൾ വിന്യസിക്കുവാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയെ അറിയിച്ചു. അവർ പറയുന്നത് കരിങ്കടലിൽ റഷ്യൻ ഉപരോധം തകർക്കുന്നതിൽ ഈ യുക്രൈൻ സൈന്യം ഈ ഡ്രോണുകൾ ഉപയോഗിച്ച അങ്ങനെ വിജയിച്ച ചരിത്രമൊക്കെ അറബ് നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഈ സമുദ്ര ഡ്രോണുകൾക്ക് കഴിയും. അതിനുള്ള സാങ്കേതിക വിദ്യയും ഡ്രോണുകൾ നൽകുവാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇവിടെ ഓർക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയുമായിട്ട് ഈ സെലൻസ്കി ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സെലൻസ്കിയുടെ ഈ പ്രസ്താവന വരുന്നത്. ഗോകുൽ, ശ്രീനിധി. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിലെ നിന്ന് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ നിന്നുള്ള പ്രതികരണങ്ങളൊപ്പം ട്രംപിന്റെ നീക്കങ്ങളെ